സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 66ാമത് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കേരള കർണാടക അതിർത്തിയായ കാസർഗോഡ് മുതൽ തൃശ്ശൂർ ജില്ല വരെയുള്ള വീഡിയോ നമ്മൾ ഇതിനകം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പട്ടണം കഴിഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങി കോട്ടപ്പുറം പാലത്തിനടുത്ത് നിന്നാണ് എറണാകുളം ജില്ലയുടെ ആദ്യ റീച്ച് അഥവാ കോട്ടപ്പുറം മുതൽ എടപ്പള്ളി വരെയുള്ള റീച്ച് ആരംഭിക്കുന്നത്. കോട്ടപ്പുറം പാലത്തിൻ്റെ വലതു ഭാഗത്തു കൂടിയാണ് പുതിയ പാലം വരുന്നത്. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നിലവിൽ ആരംഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. കോട്ടപ്പുറം പാലം പിന്നീട് നമ്മളെത്തുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന VP തുരുത്ത് അഥവാ വലിയ പണിക്കൻ തുരുത്തിലേക്കാണ്. വലിയ പണിക്കൻ തുരുത്തിൽ നിലവിലുള്ള ഈ ഒരു പാലം വന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായും ഒരു ദ്വീപായി തന്നെ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് വലിയ പണിക്കൻ തുരുത്ത്. ഏതാണ്ട് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് വലിയ പണിക്കൻ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് പെരിയാറിനെ തന്നെ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന മുത്തക്കുന്നം പാലമാണ് വരുന്നത്. നല്ല വീതിയിൽ ഒഴുകുന്ന പെരിയാറിന് കുറുകെയുള്ള മുത്തക്കുന്നം പാലം മുറിച്ച് കടന്ന് പിന്നീട് നമ്മളെത്തുന്നത് മുത്തക്കുന്നം ജംഗ്ഷൻ പ്രദേശത്താണ്. പ്രേക്ഷകരോട് ആമുഖമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരൽപ്പം വൈകിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എറണാകുളം റീച്ചുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ നിർമ്മാണ വിശദാംശങ്ങൾ തേടി അത് കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും സമയമെടുത്തത്. ഈ റീച്ചിലെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഓറിയന്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായും മറ്റും നമ്മൾ നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും ഇതിൻ്റെ പ്രധാന നിർമ്മിതികളുടെ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഓറിയന്റൽ കമ്പനിയുടെ ചേരാനല്ലൂരുള്ള ഓഫീസിലും ഇത്തരം പ്രവൃത്തികൾക്ക് ഇവർക്ക് സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സ്വകാര്യ ഏജൻസിയുടെ എടപ്പള്ളിയുള്ള ഓഫീസിലുമൊക്കെ നമ്മൾ ബന്ധപ്പെടുകയും നേരിട്ട് അവരുമായി പോയി സംസാരിക്കുകയും ചെയ്തുവെങ്കിലും അതിൻ്റെ പ്ലാൻ കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലെത്തിയിട്ടില്ലാത്തതിനാൽ നിലവിലെ സാഹചര്യത്തിൽ അത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പ്രയാസമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ എറണാകുളം റീച്ചുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അണ്ടർപാസുകൾ, ഓവർപാസുകൾ, ഫ്ലൈ ഓവറുകൾ, മറ്റ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് കമ്പനിയുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ലഭ്യമായ വിവരം. ഏതായിരുന്നാലും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരോട് ഈ വിഷയത്തിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. മുത്തക്കുന്നം ജംഗ്ഷൻ മുതൽ നിലവിൽ 2 റോഡുകളായിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. അഥവാ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ഒരു 1 വേ റോഡും തിരിച്ച് എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് മറ്റൊരു 1 വേ റോഡുമായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ പുതിയ ദേശീയപാത വരുമ്പോൾ ഇത്തരത്തിലുള്ള 2 റോഡുകൾക്ക് പകരം ഒറ്റ റോഡായി തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. അഥവാ വലതുഭാഗത്തുള്ള എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന നിലവിലുള്ള ബൈപ്പാസ് അഥവാ നിലവിലുള്ള 1 വേ റോഡായിരിക്കും വീതി കൂട്ടി ദേശീയപാതയായി മാറുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലുള്ള ദേശീയപാതയിൽ മാളിയങ്കര വളവെത്തുന്നതോടുകൂടി പറവൂർ ബൈപ്പാസ് ആരംഭിക്കുകയാണ്. അഥവാ അവിടെ മുതൽ നിലവിലെ ദേശീയപാതയിൽ നിന്നും വഴിമാറിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഈ പ്രദേശത്തെ ഏറെ തിരക്കേറിയ പറവൂർ ടൗണിനെ പൂർണ്ണമായും ദേശീയപാതയിൽ നിന്ന് ഒഴിവാക്കിയാണ്
പുതിയ ബൈപ്പാസ് അഥവാ പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥലം ഏറ്റെടുത്ത് മരങ്ങളും മറ്റും വെട്ടി നീക്കി കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു നീക്കി ഏറെക്കുറെ റോഡ് നിരപ്പാക്കിയിട്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അണ്ടർപാസിന്റെയും അതുപോലുള്ള മറ്റു നിർമ്മിതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അണ്ടർപാസ് വരുന്നത്, എവിടെയെല്ലാമാണ് ഓവർപാസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള അത്തരം വിശദാംശങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ലഭ്യമല്ലാത്തതിനാൽ അവ്യക്തമായോ അപൂർണമായോ കാര്യങ്ങൾ പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കടക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും ഇവിടുത്തെ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലെത്തി, എവിടെയെല്ലാം എത്തി എന്നത് സംബന്ധമായിട്ടുള്ള ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും എല്ലാ വിവരങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നമുക്ക് ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വിവരങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന പക്ഷം നമ്മൾ തീർച്ചയായും എല്ലാ വിവരങ്ങളും നമ്മുടെ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഓണത്തുകാട് എന്ന പ്രദേശത്താണ്. ഇവിടെ എത്തിയപ്പോഴാണ് കൗതുകകരമായൊരു കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പ്രദേശത്ത് അപ്രോച്ച് റോഡുകളൊന്നുമില്ലാതെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേൽപ്പാലം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ എപ്പിസോഡിൽ കമൻ്റായി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച 1 കോടി രൂപ മുടക്കിൽ അന്ന് നിർമ്മിച്ച ഒരു പാലമാണ് ഇത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാലം വന്നത് എങ്കിലും എന്തുകൊണ്ടോ പിന്നീട് അതിന് തുടർ നടപടികളും മറ്റും ഉണ്ടാവാതെ, അതിനൊരു അപ്രോച്ച് റോഡ് മറ്റും നിർമ്മിക്കാതെ ആ പാലം ഒരു അനാഥപ്രേതം പോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ നിലകൊള്ളുകയാണ് എന്നുള്ളതാണ്. ഏതായിരുന്നാലും പുതിയ ദേശീയപാത കടന്നു വരുമ്പോൾ ഇത്രയും പഴക്കമുള്ള ഒരു നിർമ്മിതിയെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ അധികൃതരുടെ അനാസ്ഥ, പ്രത്യേകിച്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പ്ലാനിങ്ങിൻ്റെ അഭാവമോ ശ്രദ്ധക്കുറവോ ഒക്കെ ആയിരിക്കാം നമ്മുടെ പൊതുഖജനാവിലെ പണം ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചെണ്ടമംഗലം തടാകത്തിൻ്റെ അടുത്തേക്കാണ്. ചെണ്ടമംഗലം ലൈക്കിൽ നിലവിൽ നമ്മൾ കടന്നു പോകുന്ന പ്രദേശത്തിൻ്റെ വലതുഭാഗത്തായി പെരുമ്പടന്ന മാട്ടുമ്മൽ തുരുത്ത് എന്ന ഒരു സ്ഥലമുണ്ട്. 4 ഭാഗത്താലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ തുരുത്താണ് മാട്ടുമ്മൽ തുരുത്ത്. നേരത്തെ നമുക്ക് ആ പ്രദേശത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും നിരവധി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മാട്ടുമ്മൽ തുരുത്ത് എന്ന ആ ചെറുദ്വീപിൻ്റെ ആകാശ കാഴ്ചക്ക് പകരം അതിൻ്റെ ഗൂഗിൾ ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മളെത്തുന്നത് സെൻറ്റ് ഡോൺ ബോസ്കോ ചർച്ചിനടുത്തേക്കാണ്. ആ പ്രദേശം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പല പ്രധാന റോഡുകളും ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ റിപ്പബ്ലിക് റോഡിന് കുറുകെ ഫ്ലൈ ഓവറാണ് വരുന്നത് എന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രീതി കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ പൈലിംഗ് പ്രവൃത്തികളും മറ്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറവൂർ ബൈപ്പാസ് വഴിക്കുളങ്ങര എന്ന സ്ഥലത്ത് വെച്ച് നിലവിലുള്ള ദേശീയപാതയുമായി കൂടിച്ചേരുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളിലേക്കും മറ്റു നാട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ താങ്ക്സ് ബട്ടണിലൂടെ നമുക്ക് സംഭാവനകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംരംഭത്തിന് ഒരു കൈസഹായം നൽകിയ അബ്ദുൾ റസാഖ്, നിജിൻ ഫിർദൌസ്, മഹാവീഡിയോസ്, ടിൻഡോ ആന്റണി, അഭിജിത്ത് KS, ജിനീത് ടിജെ എന്നീ
പ്രേക്ഷകരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. തുടർന്നും എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വഴിക്കുളങ്ങര മുതൽ തെക്കോട്ടുള്ള പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ നന്ദി, നമസ്കാരം.